തോട്ടിലകപ്പെട്ട ശുചീകരണ തൊഴിലാളിയായ ജോയിക്കു വേണ്ടി നഗരസഭാ ജീവനക്കാരും പോലീസും അഗ്നിരക്ഷാസേനയും സംഘടിതമായി പ്രവർത്തിക്കുകയാണ്. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗത്ത് മാലിന്യ നീക്കവും ശുചീകരണവും പൂർണ്ണമായും ദക്ഷിണ റെയിൽവേയുടെ ചുമതലയാണ്. എന്നാൽ ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണ് ദക്ഷിണ റെയിൽവേ. റെയിൽവേ സ്റ്റേഷനടിയിലും പാഴ്സൽ ഓഫീസിന് സമീപവും പവർ ഹൌസ് റോഡിന് സമീപവുമുള്ള ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗങ്ങളിൽ റെയിൽവേ മരാമത്ത് വിഭാഗമാണ് ശുചീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കേണ്ടത്. ഇവിടങ്ങളിൽ നഗരസഭയ്ക്ക് ശുചീകരണം നടത്തണമെങ്കിൽ റെയിൽവേയുടെ അനുമതി വേണം. ശുചീകരണം ആവശ്യപ്പെട്ട് നഗരസഭ പല പ്രാവശ്യം റെയിൽവേക്ക് നോട്ടീസ് അയച്ചിരുന്നു. ജൂൺ 19 നഗരസഭ അയച്ച നോട്ടീസ് പ്രകാരമാണ് ജോയി അടക്കമുള്ള ശുചീകരണ തൊഴിലാളികൾ യാതൊരു സുരക്ഷാ മുൻകരുതലുകളുമില്ലാതെ തോട് വൃത്തിയാക്കുന്നതിനായി എത്തിയത്. എന്നാൽ പ്രവൃത്തികൾ നടക്കുന്ന കാര്യം അറിഞ്ഞിട്ടില്ലെന്നായിരുന്നു അപകടം നടന്ന സമയത്ത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. റെയിൽവേയുടെ ഇത്തരം അനാസ്ഥയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. നമുക്ക് ഒഴുക്കിൽപ്പെട്ടു പോയ തൊഴിലാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ. അതിനാണ് മുൻഗണനയുള്ളത്. ബാക്കി ധാരാളം കാര്യങ്ങൾ റെയിൽവേയുടെ ആമയിഴഞ്ചാൻ തോടിൻ്റെ കാര്യവും ആമയിഴഞ്ചാൻ തോട് എങ്ങനെയാണ് റെയിൽവേ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള സംബന്ധിച്ചിടത്തോളം ആ റെയിൽവേ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്യും. ഇന്നലെ തന്നെ ഇതിനെ സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് കളക്ടർ നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്ത് ശാശ്വതമായി ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. നഗരസഭാ ജീവനക്കാരും പോലീസും അഗ്നിരക്ഷാസേനയും NDRF സംഘവും ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. നഗരസഭ കൃത്യമായി ശുചീകരണ പ്രവൃത്തികൾ നടത്തിയിട്ടും വിഷയത്തെ രാഷ്ട്രീയമാക്കുകയാണ് ചിലർ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.